ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഷൈൻ ടീച്ചറാണ്. ഏവർക്കും ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. 2025-26 അക്കാഡമിക് ഇയറിലെ 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമാണ് ഇന്ന് നാം അവതരിപ്പിക്കുക. ജിന്ദഗി കാ സഫർ എന്ന ശീർഷകത്തിലുള്ള ഹൈക്കു പോയംസ് ആണ്. 3 ഹൈക്കു പോയംസ് തന്നിട്ടുണ്ട്. ആ ഹൈക്കു പോയംസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുക. ഹൈക്കു പോയം എന്നാൽ അത് ജപ്പാനിൽ ആരംഭിച്ച് ഒരു പരമ്പരാഗത ലഘു കവിതാ രൂപമാണ് ഹൈക്കു എന്ന് പറയുന്നത്. ഓക്കെ, 3 വരികൾ അടങ്ങിയതായിരിക്കും മിക്ക ഹൈക്കുകളും. ആദ്യത്തെ വരികളിൽ 5 അക്ഷരവും, രണ്ടാമത്തെ വരികളിൽ 7 അക്ഷരവും, മൂന്നാമത്തെ വരികളിൽ 5 അക്ഷരവും അങ്ങനെ ക്രമപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും ഹൈക്കു പോയംസ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സാധാരണയായിട്ട് പ്രകൃതിയെയും കാലാവസ്ഥയെയും കുറിച്ചുള്ള സൂക്ഷ്മ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ ആഴത്തിലുള്ള അനുഭവങ്ങളൊക്കെയാണ് ഈ ഹൈക്കു പോയത്തിലൂടെ അവതരിപ്പിക്കാറ്. പലപ്പോഴും മൗനം, അനന്തത, സമാധാനം അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ സൂചനയൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. പദ്യത്തിന് ഒരു തരത്തിലുള്ള ട്യൂണ്, റൈമിംഗ് വേർഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹൈക്കു കവിതയുടെ പ്രത്യേകത അതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭാഷയുടെ പ്രശസ്ത ഹൈക്കു ആണ് ഒരു പഴയ തടാകം, അക്ഷരങ്ങൾ, ആമക്കുളത്തിൽ ചാടുന്നു 7 അക്ഷരങ്ങൾ, സ്പ്ലാഷ്, പിന്നെ മൗനം 5 അക്ഷരങ്ങൾ. സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ, ചുരുക്കി പറയുകയാണെങ്കിൽ, ഹൈക്കു ഒരു ചെറിയ കവിതയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളടക്കത്തിൽ വലിയ വലിയ അർത്ഥങ്ങളായിട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. ചിന്തിപ്പിക്കുന്നതും ആന്തരികമായ അനുഭവങ്ങൾ ഉണർത്തുന്നതുമായ കവിതകളായിരിക്കും ഹൈക്കു കവിതകൾ. അപ്പോൾ എന്താണ് ഹൈക്കു എന്നറിയാതെ നമുക്ക് ഹൈക്കു പഠിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഉള്ളടക്കമാണ് മിസ് ഇപ്പോൾ പറഞ്ഞു തന്നത്. എന്താണ് ഹൈക്കു എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ള ഹൈക്കു സുരംഗമ യാദവ്, ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ, ഡോക്ടർ കമല നിക്കുർഭ തുടങ്ങിയ 3 കവികളുടെ ഹൈക്കു പോയംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 1ാമത്തെ ഹൈക്കു ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുക. സൂഖ യാ ബാട്ട് സാഹബ് കെ അങ്കൻ സദാ ഫുഹാർ. വൺസ് അഗെയിൻ, സൂഖ യാ ബാട്ട് സാഹബ് കെ അങ്കൻ സദാ ഫുഹാർ. എന്തെങ്കിലും മനസ്സിലായോ? സൂഖ എന്താണ്? സൂഖ ഡ്രോട്ട്, ബാട്ട് മീൻസ് ഫ്ലഡ്. സാഹബ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അങ്കൻ സദാ ഫുഹാർ എന്ന് വെച്ചാൽ ഓൾവേസ് ഇൻ അബൻഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹിന്ദി വ്യാഖ്യ പറഞ്ഞതിന് ശേഷം മിസ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ പറയാം.